പാവന മദ്ബഹ നിന്നോടു ഞാൻ യാത്ര പറഞ്ഞിടും നീ പോ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയിലെ ഫാദർ സ്കറിയ കൊച്ചുമുരപ്പേലിന് കണ്ണീരോടെ വിടചൊല്ലി രൂപത സമൂഹം. സഹനത്തിന്റെ നെരിപ്പോടിൽ സ്ഫുടം ചെയ്ത സ്കറിയ കൊച്ചുമുരപ്പേലച്ചന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മോർ ആൻഡ് മോർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുത്തൻപീടിക സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകളിൽ കൊച്ചുമുരപ്പേലച്ചന് അന്ത്യയാത്ര ചൊല്ലാൻ നിരവധി പേരാണ് സമ്മേളിച്ചത്. കൊച്ചുമുരപ്പേൽ വീട്ടിൽ ഗീവർഗീസ് ഡാനിയലിന്റെയും PC അന്നമ്മയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടായിരുന്നു ഫാദർ സ്കറിയ 1968 ഒക്ടോബർ 21 ജനിച്ചത്. വൈദികനാകണമെന്നുള്ള ബാല്യം മുതലേയുള്ള തീവ്രമായ ആഗ്രഹത്താൽ 1984 തിരുവനന്തപുരം സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. 1995 മാർച്ച് 24 ഭാഗ്യസ്മരണാർഹനായ ലോറൻസ് മാർ അപ്രേം പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. 1995 മുതൽ 2017 വരെ വിവിധ ഇടവകകളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. മരിയഗിരി, വാളകം, നടക്കാവ്, പാലവിള, മങ്ങാട്, കൊയ്ക്കത്തോപ്പ് തുടങ്ങിയ ഇടവകകളിൽ 1995 മുതൽ 2002 വരെ ശുശ്രൂഷ ചെയ്തു. 2002 മുതൽ റോം, USA, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി വന്നു. എളിമയുടെയും ലാളിത്യത്തിന്റെയും ആൾരൂപമായിരുന്ന കൊച്ചുമുരപ്പേലച്ചൻ പ്രാർത്ഥനയെ എല്ലാറ്റിനും മീതെ പ്രതിഷ്ഠിച്ച ആത്മീയ ഗുരുവായിരുന്നു. കടന്നു ചെന്ന ഇടവകകളിലെല്ലാം നന്മ വിതറിയ അദ്ദേഹത്തിന്റെ സൗമ്യ വ്യക്തിത്വം അനേകരുടെ ജീവിതത്തിന് താങ്ങും തണലുമായിരുന്നു. അച്ഛന്റെ നിഷ്ഠയോടെയുള്ള ജീവിതവും ഏൽപ്പിക്കുന്ന കാര്യങ്ങളോട് അദ്ദേഹം കാണിച്ച പരിപൂർണ വിശ്വസ്തതയും ആഡംബരം തെല്ലുമില്ലാത്ത ജീവിതശൈലിയുമെല്ലാം അടുത്തറിയാവുന്ന, കൂടെ ജീവിച്ച അനേകരുടെ സാക്ഷ്യങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രാർത്ഥനയാണ് എന്റെ ഹോബിയെന്ന് വളരെ ചെറുപ്പത്തിലെ തന്നെ ഏറ്റുപറഞ്ഞ അച്ഛൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും രോഗികളെ സഹായിക്കുന്നതിനും പ്രഥമ പരിഗണന കൊടുത്ത കരുണയുടെ മുഖവും ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത വൈദികനും ആയിരുന്നു. ട്രാൻസിറ്റ് എന്ന പേരിൽ പത്തനംതിട്ട രൂപതയിലെ വിവിധ പള്ളികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കായി അച്ഛന്റെ തന്നെ നേതൃത്വത്തിൽ ക്രമീകരിച്ച ക്യാമ്പുകളും പരിശീലനവും കേവലം സാമ്പത്തിക സഹായം എന്നതിലപ്പുറം ആത്മീയവും ബൗദ്ധികവും സാമൂഹികവുമായ വികാസത്തിന് അനേകരെ പ്രാപ്തരാക്കി. സ്വിറ്റ്സർലൻഡിൽ ശുശ്രൂഷ ചെയ്തു വരവെ 2020 ബ്ലഡ് ക്യാൻസർ രോഗബാധിതനായ അച്ഛൻ ആദ്യഘട്ട ചികിത്സ അവിടെ ചെയ്തുവെങ്കിലും പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സകൾ തുടർന്നു. രോഗത്തെയും അതിന്റെ വേദനകളെയും ശുഭപ്രതീക്ഷയോടെ നേരിട്ട അച്ഛൻ പരാതിയും പരിഭവങ്ങളുമില്ലാതെ തന്റെ സഹനങ്ങളെല്ലാം നമ്മുടെ കർത്താവിന്റെ കുരിശോട് ചേർത്തുവെച്ച് അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊൻപ്രഭ നിറച്ചു. കഠിനമായ രോഗാവസ്ഥയിലും നിരാശയല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ പ്രത്യാശയാണ് ആ മുഖത്ത് തെളിഞ്ഞു നിന്നത്. തളർന്നുപോയ ഒരു ശരീരത്തിനുള്ളിൽ ദൈവവുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മാവ് ഉണ്ട് എന്നതിന്റെ സൂചന മരണവേളയിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അവസാന നിമിഷങ്ങളിൽ പോലും ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്ന ഗാനം ആശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പാടാൻ പ്രേരിപ്പിക്കുകയും കൂടെ പാടുകയും ചെയ്തതിന്റെ അനുഭവങ്ങളും അനേകർ പങ്കുവയ്ക്കുകയുണ്ടായി. ഇഹലോക ജീവിതത്തിലെ തന്റെ ഓട്ടം പൂർത്തിയാക്കി 2024 ഓഗസ്റ്റ് 17 56 വയസ്സിലായിരുന്നു നിത്യവിശ്രമത്തിനായി സ്കറിയ അച്ഛൻ യാത്രയായത്. പഠിച്ചതും പഠിപ്പിച്ചതും ജീവിതാവസാനം വരെ നിറവേറ്റിയ ഫാദർ സ്കറിയ വിടചൊല്ലുമ്പോൾ സഹനത്തിന്റെ രക്ഷാകരമൂല്യം പകർന്നു നൽകിക്കൊണ്ട് അനേകർക്ക് ആശ്വാസമായി മാറിയ ധന്യമായ ഒരു മനുഷ്യ ജീവിതത്തിന്റെ തിരുനാളമാണ് അണഞ്ഞിരിക്കുന്നത്. ഷെക്കന ന്യൂസ്, പത്തനംതിട്ട.